പക്ഷേ ഈ ഒരു ജിം എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഈവൻ ദോ ഇറ്റ് ലുക്സ് മോഡേൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓൾഡ് സ്കൂൾ ഫീൽ ഈ ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സിന്, അതിൻ്റെ ഇറ്റ് കുഡ് ബി ദ റെസിസ്റ്റൻറ്റ് പ്രൊഫൈൽ, അത് സെറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ്റെ സ്കില്ലാണോ എക്യുപ്മെൻറ്റ്സിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് ആ ഒരു റോ ഫീൽ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ലാസ്റ്റ് വീക്കിൽ ഞാനൊരു സർപ്രൈസ് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദാറ്റ് വി വിൽ ബി വർക്കിംഗ് ഔട്ട് ഇൻ എ ഡിഫറെൻറ്റ് ജിം. സോ ഇന്ന് ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് നമ്മൾ ആ ഒരു ജിമ്മിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസ് സ്പോർട്സ് വില്ലേജ് കൊടുങ്ങല്ലൂർ, വിച്ച് ഈസ് ബിക്കമിങ് എ ന്യൂ സെൻസേഷൻ ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി യൂണീക്ക്. ലാസ്റ്റ് വീക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അജ്മൽ സഗീറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് കൊടുങ്ങല്ലൂർ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ജിം ഞാൻ ആദ്യമായിട്ട് കാണുന്നതും അറിയുന്നതും. അജ്മൽ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഇതിനെ കുറിച്ചിട്ട്, പക്ഷേ ഐ നെവർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. സോ കഴിഞ്ഞ ആഴ്ച പോയപ്പം അജ്മലിൻ്റെ കൂടെ ഐ പെയ്ഡ് എ വിസിറ്റ് ടു ദിസ് ജിം ആൻഡ് ഐ വാസ് ക്വൈറ്റ് ഫാസിനേറ്റഡ്. സോ ഈ ഡ്രൈവിന് ആക്ച്വലി 2 പേർപ്പസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ക്യാമ്പസ് സ്പോർട്സ് വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യുക, നിങ്ങളെ പരിചയപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിവ ഫിറ്റ്നസിൻ്റെ എക്യുപ്മെൻറ്റ്സ് ആണുള്ളത്, അത് എനിക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണമെന്നുണ്ട്. ബിക്കോസ് ഐ ഹാവ് plan to expand my own gym. Hopefully ഈ ഒരു വർഷം 2026 അവസാനത്തോട് കൂടിയിട്ട് we will be expanding our gym and that will require more number of machines. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെ എക്യുപ്മെൻ്റ് ആണ് എടുക്കേണ്ടത് എന്നുള്ളൊരു റിസർച്ചിലാണ് ഞാൻ കറൻ്റ്ലി. അപ്പം ഒരുപാട് ബ്രാൻഡുകൾ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ റേറ്റും കൊട്ടേഷനൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വിവ ഈസ് എ ബ്രാൻഡ് ദാറ്റ് ഈസ് ഇൻ മൈ മൈൻഡ്. വിവ ഫിറ്റ്നസ് ഞാനിങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന, കോണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇൻഫാക്ട് ഐ ഓൾറെഡി ഗോട്ട് ഇൻ ടച്ച് വിത്ത് ദം. അവരുടെ കൊട്ടേഷനൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചപ്പം പുള്ളി ഈ വിവയുടെ എക്യുപ്മെൻറ്റ്സ് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് 2 ജിമ്മ് സജസ്റ്റ് ചെയ്തിരുന്നു. അതിലൊരു ജിമ്മാണ് ഈ ക്യാമ്പസ് സ്പോർട്സ് വില്ലേജ്. സോ അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ നമ്മളുടെ ഈ ഒരു യാത്രയ്ക്ക് പുറകിലുണ്ട്. സോ സൺഡേ ആയതുകൊണ്ട് അവർ വേഗം ക്ലോസ് ചെയ്യും. അജ്മൽ ടോൾ മീ ടു റീച്ച് ഏർലി ഇൻ ദ മോർണിംഗ്. സോ ഞാനൊരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. നൗ ഇറ്റ്സ് 7:15. നമ്മളൊരു 10 മിനിറ്റ് അവിടെ എത്തും. സോ വീട്ടിൽ നിന്നൊരു പ്രീ വർക്കൗട്ട് സ്നാക്ക് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. 1 ബനാന, 1 സ്കൂപ്പ് ഓഫ് വേ, പിന്നെ ഒരു പീസ് ഓഫ് പീനട്ട് കാൻഡി, ഒരു കപ്പലിന് മിഠായി കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. സോ ദാറ്റ് വാസ് അവർ പ്രീ വർക്കൗട്ട് സ്നാക്ക്. ഇനി അവിടെ എത്തിയിട്ട് അജ്മലിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ കഴിച്ചിട്ട് വി വിൽ സ്റ്റാർട്ട് ദ വർക്കൗട്ട്. അപ്പം കപ്പലിന് മിഠായിയൊക്കെ പ്രീ വർക്കൗട്ടായിട്ട് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കും. അയ്യോ അതിൽ ഷുഗർ ഇല്ലേ, അതിൽ ഷുഗറാണ് ഇട്ടിട്ടുള്ളത്, പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്, ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു ഷുഗർ കോണ്ടന്റ് അടങ്ങിയിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഗോ ക്രേസി നവഡേയ്സ്. ആൾക്കാർ ഷുഗർ കട്ട് എന്നുള്ളൊരു പുതിയൊരു ട്രെൻഡിന്റെ പുറകെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ആബ്സല്യൂട്ട് ബുൾഷിറ്റ്. നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളൊരു നല്ലൊരു ഫിസിക് ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ബോഡി ബിൽഡിങ്ങിലേക്ക് തീരുമാനിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് തീരുമാനിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടത് വെൻ ഇറ്റ് കംസ് ടു ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡയറ്റ് ആണോ, നിങ്ങൾക്ക് വേണ്ടത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണോ എന്നാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പല ആൾക്കാർക്ക് അറിയില്ല. ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ബോത്ത് ആർ ഡിഫറെന്റ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് പീനട്ട് കാൻഡി കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉള്ള യോഗട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഷുഗറുള്ള വേ പ്രോട്ടീൻ കഴിക്കുന്നു, ഷുഗറുള്ള കോഫി കുടിക്കുന്നു. നിങ്ങളൊരു ബോഡി ബിൽഡർ അല്ല, നിങ്ങളൊരു ട്രെയിനർ അല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യാത്തത് എന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ദ ആൻസർ ഈസ്, ഞാൻ ചെയ്യുന്ന ഡയറ്റ് അല്ല, ഞാൻ ചെയ്യുന്നത് ഇറ്റ്സ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഡയറ്റും ലൈഫ് സ്റ്റൈലും നമ്മൾ ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ഷോർട്ട് ടൈം ഗോൾ ഉണ്ട്. ലൈക്ക് 2 മന്ത്സിന് ഞാനൊരു കോമ്പറ്റീഷൻ ഇറങ്ങാണ് ആൻഡ് ഐ നീഡ് ടു ഗെറ്റ് ഷ്രെഡഡ്. എനിക്കൊരു സെർട്ടൻ ലെവൽ ഓഫ് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് എത്തേണ്ടതുണ്ട് ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കറൻ്റ്ലി അറൗണ്ട് ഒരു 12% ബോഡി ഫാറ്റിലാണ്. അതിൽ നിന്നൊരു 6% അല്ലെങ്കിൽ ഒരു 8%ലേക്ക് എത്തുമ്പോഴാണ് മൈ ഫിസിക് വിൽ ബി സ്റ്റേജ് റെഡി. അന്നേരം ഐ വിൽ ബി ഓൺ എ ഡയറ്റ്. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കഴിക്കില്ല. ഐ വിൽ കട്ട് ഔട്ട് ഓൾ ദീസ് തിങ്സ്. 100% പ്യോർ ആയിട്ടുള്ള, ക്ലീൻ ആയിട്ടുള്ള, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റിലായിരിക്കും ഞാൻ അന്നേരം ഉണ്ടായിരിക്കുക. ഇപ്പം പല ക്ലയൻസും വന്ന് പറയാറുണ്ട്, കോച്ച് ആഫ്റ്റർ 3 months എൻ്റെ മാരേജ് ആണ്, സോ ഐ നീഡ് ടു ഗെറ്റ് സ്ലിം. മാരേജിന് മുന്നേ വയറൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റ് ആവണം. അന്നേരം ഐ വിൽ ബി പുട്ടിങ് ദം ഓൺ എ സ്ട്രിക്റ്റ് ഡയറ്റ്. കാരണം അവർക്ക് ദേ ഹാവ് എ ടൈം ലൈൻ, ദേ ഹാവ് എ ഡെഡ് ലൈൻ. ആ ഒരു ടൈമിനകത്ത്, ഇന്നൊരു ഡേറ്റിനകത്ത് അവർക്ക് ദേ വോണ്ട് ടു ലുക്ക് ഇൻ എ സർട്ടൻ വേ. അതാണ് ഡയറ്റ്. ആമിർ ഖാൻ ദംഗലിന് വേണ്ടിയിട്ട് 6 months ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നു. ഈ ഹാഡ് എ ടൈം ലൈൻ. ഇന്ന സമയത്തിനുള്ളിൽ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു ഫിസിക്കിലേക്ക് എത്തണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് വെച്ചിട്ടാണ് പുള്ളി ട്രാൻസ്ഫോം ചെയ്തത്. ദാറ്റ് ഈസ് ഡയറ്റ്. മോഹൻലാൽ ഒടിയന് വേണ്ടിയിട്ട് ചെയ്ത ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് ഡയറ്റ്. ആടുജീവിതം ചെയ്യാനായിട്ട് ആ ഒരു സെർട്ടൻ ലുക്ക് കിട്ടാനായിട്ട് പൃഥ്വിരാജ് ചെയ്തത്, ദാറ്റ് ഈസ് ഡയറ്റ്. ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലൈഫ് ലോങ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ് ഹാബിറ്റ്. നിങ്ങളുടെ ശരീരം ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ശരീരം എത്രത്തോളം ഹെൽത്തി ആയിരിക്കണം,
അപ്പോൾ അതിന് എനിക്ക് ഇന്ന ഫുഡ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പ്രോട്ടീൻ ഇൻടേക്ക് ഇത്ര ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഏതൊക്കെ വൈറ്റമിൻസ്, മിനറൽസ് അല്ലെങ്കിൽ മാക്രോ ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഓവർ ദ ഇയേഴ്സ് ഫോർ എ ലോങ് ടൈം, 2-3 മാസത്തെ കാര്യമല്ല, വർഷങ്ങളോളം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ചോയ്സസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കുന്നതിനാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പം മമ്മൂട്ടി ചെയ്യുന്ന ഡയറ്റ് അല്ല, ഹീ ഈസ് നോട്ട് ആൻ എ ഡയറ്റ്, ഹീ ഈസ് ഫോളോയിങ് എ ലൈഫ് സ്റ്റൈൽ. പുള്ളി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, പുള്ളിയുടെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പുള്ളി എടുത്തിട്ടുള്ള കുറച്ച് ചോയ്സസ്, ചോയ്സ് ഓഫ് ഫുഡ്. അത് പുള്ളി കഴിക്കുന്നത് 1-2 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു 2-3 മാസത്തേക്കോ അല്ല, ഇറ്റ് ഈസ് ഫോർ എ ലോങ് ടേം. ഹി ഹാസ് ബീൻ ഈറ്റിംഗ് ഇറ്റ് ഫോർ ഹിസ് എൻറ്റയർ ലൈഫ്. അതാണ് ലൈഫ് സ്റ്റൈൽ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് നൗ. സോ ഞാൻ ചെയ്യുന്ന ഡയറ്റ് അല്ല, ഇറ്റ്സ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ കഴിച്ച പ്രീ വർക്കൗട്ട് സ്നാക്ക്, ഐ ഷുഡ് ബി ഏബിൾ ടു ഈറ്റ് ഇറ്റ് ഈവൻ വെൻ ഐ എം 90 years old. അതാണ് വ്യത്യാസം. എനിക്ക് 90 വയസ്സായാലും ഞാൻ ഈ പറഞ്ഞ പ്രീ വർക്കൗട്ട് സ്നാക്ക് കഴിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എനിക്ക് 90 വയസ്സായാലും എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീലായിട്ടുള്ള ബ്രെഡും ഓംലെറ്റും കഴിക്കാനായിട്ട് സാധിക്കണം. അപ്പം അത്രയും കാലം നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കിത് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ്മെൻറ്റ് ഈസ് എ ഫാക്ടർ. അല്ലാതെ ചുമ്മാ ആവേശത്തിന് കയറിയിട്ട് ഞാൻ നാളെ തൊട്ട് ഷുഗർ കട്ടാണ്, ഞാൻ നാളെ തൊട്ട് ബ്രെഡ് കഴിക്കില്ല, ചോറ് കഴിക്കില്ല, ചായ കുടിക്കില്ല എന്നൊക്കെ വെറുതെ ആവേശത്തിൻ്റെ പുറത്ത് കയറി ഡയലോഗ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എടുത്തിട്ടോ കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സസ്റ്റൈനബിൾ. നമുക്കത് ലൈഫ് ലോങ് കഴിക്കാൻ പറ്റണം, നമുക്കത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. സോ യുവർ ഡയറ്റ് ഡസൻ ഹാവ് ടു ബി പെർഫെക്റ്റ്. 100% പ്യുവർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഒന്നും കഴിക്കണമെന്നില്ല. ഒരു 80-90% ക്ലീൻ ആയിട്ട് കഴിച്ചിട്ട് ബാക്കി ഒരു 10% യു ക്യാൻ മാനിപ്പുലേറ്റ്, യു ക്യാൻ ഫക്ക് അറൗണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു ഫുഡ് ചോയ്സ് എടുക്കുമ്പോൾ ഓക്കെ, നിങ്ങൾക്കിത് എല്ലാ ദിവസവും വർഷങ്ങളോളം ഓവർ ദ ഇയേഴ്സ് കഴിക്കാനായിട്ട് സാധിക്കുമോ, അതോ ചുമ്മാ ഒരു ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ പറയുന്നതാണോ? സോ ദാറ്റ് ഷുഡ് ബി യുവർ നമ്പർ 1 പ്രയോറിറ്റി വെൻ ഇറ്റ് കംസ് ടു സെറ്റിംഗ് യുവർ ഫുഡ് ചോയ്സസ്. ഓക്കെ, വി ആർ ഓൾമോസ്റ്റ് ദർ. അജ്മൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അജ്മൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈസ് ദെയർ ഓൾറെഡി. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അപ്പർ ബോഡി സെഷൻ. നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് ഇവിടുത്തെ ടർഫിൻ്റെ കൂടെ തന്നെ കുറേ ബെഞ്ചസും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വരാണ്, എസ്പെഷ്യലി ലേഡീസിൻ്റെ കേസിൽ, വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ ഒറ്റയ്ക്കാണ്, ടേക്ക് കെയർ ചെയ്യാനായിട്ട് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ബ്രിങ് ദം ഹിയർ. അവരിവിടെ കളിയും കണ്ടിരുന്നോളും. അവിടെയാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂൾ തുറന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ട്, പിന്നെ ഒരു കരാത്തെ ക്ലാസ് ഉണ്ട്. ഐ തിങ്ക് ഈ ഒരു ബാഡ്മിൻ്റൺ കോർട്ടിനകത്ത് തന്നെയാണ് കരാട്ടെ ക്ലാസ് നടക്കുന്നത്. ഗിയർ ഗരാജ്, ഇവിടെ നമുക്ക് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ബാറ്റ്, സ്റ്റമ്പ്, അതുപോലെ പാഡും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് കീപ്പ് ചെയ്യുന്നത്. ആൻഡ് ദേ ഓൾസോ ഹാവ് എ പ്രയർ റൂം. സ്വിമ്മിംഗ് പൂൾ നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ പൂളിൻ്റെ മേലെ റൂഫ് ഉള്ളതുകൊണ്ട് ടാൻ അടിക്കും. വി വിൽ ഹാവ് എ ക്യൂബ് ജിം ടൂർ. ഇതാണ് അവരുടെ റിസപ്ഷൻ കൗണ്ടർ. റിസപ്ഷന് പുറകിൽ ദേ ഹാവ് ദ ലോഗോ ക്യാമ്പർ ലിഫ്റ്റ് ഹൗസ്. ഓരോ സെക്ഷൻ അവർ ഹൗസ് HAUS ലൈക്ക് ഒരു ജർമ്മൻ സ്റ്റൈലിൽ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത്. ഹിയർ യു ക്യാൻ കീപ് യുവർ ബോട്ടിൽസ്, യോഗ മാറ്റ്, അതുപോലെ ചെറിയ ടൈനി ഡംബൽസ് 1 kg 2 kg, കെറ്റിൽ ബെൽസ്, മെഡിസിൻ ബോൾസ്, അതെല്ലാം ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ തൊട്ടെല്ലാം എക്യുപ്മെൻറ്റ്സ് ആണ്. എല്ലാം വളരെ നീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. 2 സൈഡിലും കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് സെൻട്രൽ സ്പേസ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഓതർ ഡംബൽ റാക്ക് ഉണ്ട്. അടിപൊളിയായിട്ട് തോന്നിയൊരു സംഭവം. പ്രീസെറ്റ് ആയിട്ടുള്ള വെയിറ്റഡ് ബാബൽസ് ആണ്. നമ്മൾ വെയിറ്റ് ഇട്ട് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ദേ ഹാവ് ലൈക്ക് 15 kg തൊട്ട് ഒരു 35 kg ഉള്ള ബാർസ് ഇവിടെയുണ്ട്, വിച്ച് യു ക്യാൻ സിംപ്ലി പിക്ക് അപ്പ് ആൻഡ് സ്റ്റാർട്ട് പെർഫോമിങ്. നൗ വി വിൽ ഗോ അപ്സ്റ്റേഴ്സ്. ഓക്കെ, അപ്സ്റ്റേഴ്സിൽ നമുക്ക് ട്രെഡ്മിൽസ്, 2 ഫ്ലാറ്റ് ട്രെഡ്മിൽ, പിന്നെ ഒരു ഓവൽ ഷേപ്പ് ട്രെഡ്മിൽ, പിന്നെ 2 സൈക്കിൾസ്. അപ്പം കാർഡിയോ ചെയ്യാനായിട്ട് വരുന്നവർക്ക് യാതൊരു ശല്യമില്ലാതെ ഇവിടെ ഫ്രീ ആയിട്ട് കാർഡിയോയും ചെയ്യാം. വർക്കൗട്ട് ചെയ്യേണ്ടവർക്ക് താഴെ വർക്കൗട്ടും ചെയ്യാം. നൗ വി വിൽ ബി സ്റ്റാർട്ടിങ് അവർ സെഷൻ ക്വിക്ക്ലി. നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നേക്കാളും മുന്നായിട്ട് ഒരു സെറ്റ് ഓഫ് പുള്ളപ്പ്, ഒരു വാമപ്പ് ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യുവർ ബെഞ്ച്. അധികമൊന്നും ചെയ്യേണ്ട, ഒരു 5-6 പുള്ളപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ബാക്ക് മസിൽസ് വിൽ ഓപ്പൺ അപ്പ്. ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യുവർ ബെഞ്ച്. ബെഞ്ച് പ്രസ് ഞാൻ യൂഷ്വലി എൻ്റെ ഒരു ബോഡി വെയിറ്റ് ആണ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാറ്. യു ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് യുവർ ബോഡി വെയിറ്റ് ഫോർ ലൈക്ക് 6 to 8 reps. പക്ഷേ ഇതിപ്പം പുതിയൊരു ജിമ്മാണ്. ഐ എം ന്യൂ ടു ദിസ് എക്യുപ്മെൻറ്റ്, ന്യൂ ടു ദിസ് വെയിറ്റ്. 1-2 വാം സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കറിയുള്ളൂ വെദർ വി ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആസ് മച്ച് ആസ് വി യൂസ് ടു. സോ വിൽ സ്റ്റാർട്ട് വിത്ത് എ വാം സെറ്റ്. ഞാനിപ്പോൾ കറൻ്റ്ലി 63 kg ആണ് ബോഡി വെയിറ്റ്. വിൽ ട്രൈ ടു ലിഫ്റ്റ് 65 kg എക്സ്ക്ലൂഡിങ് ദ ബാർ വെയിറ്റ്. ബാർ വെയിറ്റ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ പ്ലേറ്റിൻ്റെ വെയിറ്റ് മാത്രം നോക്കിയാൽ മതി. ഒരു 15 kg
ചെയ്തപ്പോൾ തന്നെ നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ ലിഫ്റ്റ് 65. So we are done with bench press. Bench press felt a little bit heavier. സാധാരണ ഞാനൊരു ഫസ്റ്റ് സെറ്റ് ഒരു 65 kg, സെക്കൻഡ് സെറ്റ് ഒരു 60 kg ആണ് പെർഫോം ചെയ്യാറ്. നമ്മൾ പുതിയൊരു ജിമ്മിൽ പോകുമ്പം സാധാരണ ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റ് ഇനീഷ്യലി ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അവരുടെ എക്യുപ്മെൻറ്റും അവരുടെ വെയിറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഈവൺ ദോ ഇറ്റ്സ് എ സെയിം വെയിറ്റ്, it will feel different. So I performed first set with 60 kg and second set ഞാനൊന്ന് ബാക്ക് ഓഫ് ചെയ്തു 55 kg. അങ്ങനെ 2 സെറ്റാണ് ചെയ്തത്. Now we will have a back workout, lat pull down, neutral grip ആണ്. യൂഷ്വലി ഞാൻ 60 kg ആണ് പെർഫോം ചെയ്യാറ് ന്യൂട്രൽ ഗ്രിപ്പിൽ. ഇവിടെ നമുക്കുള്ളത് 62.5 kg ആണ്, 60 kg ഇല്ല. അപ്പം വിൽ സ്റ്റാർട്ട് വിത്ത് 62.5. Done with lat pull down. Now we will move to biceps. We're going to pick up a couple of dumbbells. ഇതാണ് അവരുടെ ഡംബൽ റാക്ക്. 2.5 kg തൊട്ട് 40 kg വരെ ഡംബിൾസ് ആണ്, വിച്ച് ഈസ് ടിപ്പിക്കൽ. യൂഷ്വലി എല്ലാ ജിമ്മിലും കാണുന്ന ഒരു കൈൻഡ് ഓഫ് ഡംബൽ റേഞ്ച് ആണ്. ഇറ്റ്സ് എ ന്യൂ വർക്കൗട്ട്. അത് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ എക്സ്റ്റൻഷൻ്റെ എക്യുപ്മെൻ്റ് എടുത്തിട്ട് പാഡ് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂഷ്വലി പിക്ക് ചെയ്യുന്ന ഡംബലിനേക്കാളും ലൈറ്റർ ആയിട്ടുള്ളൊരു ഡംബൽ പിക്ക് ചെയ്യുക. ഇൻ മൈ കേസ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് 12.5 ആണ്. നമ്മൾ 2 പാഡിലും ട്രൈസെപ്സ് ലോക്ക് ചെയ്യുക ആൻഡ് പെർഫോം എ കർൾ. 4, 5, 6, 7. ഓക്കെ, ദാറ്റ്സ് 12 reps. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ഇങ്ങനെ ഒരു ഹൈപ്പർ എക്സ്റ്റൻഷനിൽ ചാരി കിടന്നിട്ട് നമ്മളുടെ കൈ പാഡിൽ ലോക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തെ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ചീറ്റിങ് നടക്കില്ല. നിങ്ങളിത് നിന്ന് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ യു വിൽ സ്വിങ് അലോട്ട്. കൈ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ചീറ്റിങ്ങോ സ്വിങ്ങിങ്ങോ നടക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആംഗിളിൽ കൈ ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ പുരുഷക്കുകൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ലോഡഡ് പൊസിഷനിൽ നിന്ന് നമുക്ക് ഡംബൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, വിച്ച് ഈസ് ലോട്ട് ഓഫ് ബെനിഫിഷ്യൽ ഫോർ യുവർ ബൈസെപ്സ് ഗ്രോത്ത്. മൂന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെ ചാരി കിടക്കുന്നുണ്ട് ഇൻക്ലൈൻ ഡംബൽക്കുകൾ പെർഫോം ചെയ്യുമ്പം നമുക്ക് യൂഷ്വലി കിട്ടാറുള്ളൊരു സ്ട്രെച്ച്, അതും കൂടെ ഈ ഒരു വർക്കൗട്ടിൽ കിട്ടും. സോ ഒരു വടിക്ക് 3 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ 3 ബെനിഫിറ്റാണ് ഈ ഒരു വർക്കൗട്ടിലുള്ളത്. ഇതിലൊരു സെറ്റും കൂടെ നമുക്കുണ്ട്. വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ഓഫ് റെസ്റ്റ്. ഈ വെയിറ്റ് ഓക്കെയാണ് 12.5. ഐ വെന്റ് ഫോർ 12 reps. സോ വിൽ സ്റ്റക്ക് വിത്ത് ദ സെയിം വെയിറ്റ്. കുറച്ച് പോഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആംബിയൻസ് ആയിട്ടുള്ളൊരു ജിമ്മൊന്നും പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. മൈ ഓൺ പേഴ്സണൽ പ്രിഫറൻസ് ആണ് പറയുന്നത്. കുറച്ച് പഴഞ്ചാടി മെഷീൻസും പണ്ടത്തെ മറ്റേ ഡംബൽ റാക്കും ബാറും തുരുമ്പ് പിടിച്ച പ്ലേറ്റ്സും അതൊക്കെയാണ് എനിക്കിഷ്ടം. ആ കൈൻഡ് ഓഫ് ഓൾഡ് സ്കൂൾ എക്യുപ്മെൻറ്റ്സിനും ജിമ്മിനും ഒരു റോ ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും. പക്ഷേ ഈ ഒരു ജിം എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഈവൻ ദോ ഇറ്റ് ലുക്സ് മോഡേൺ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഓൾഡ് സ്കൂൾ ഫീൽ ഈ ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സിന്, അതിൻ്റെ ഇറ്റ് കുഡ് ബി ദ റെസിസ്റ്റൻറ്റ് പ്രൊഫൈൽ, അത് സെറ്റ് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻ്റെ സ്കില്ലാണോ എക്യുപ്മെൻറ്റ്സിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. എനിവേസ് ആ ഒരു റോ ഫീൽ ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. അതാണ് ഈ ഒരു ജിമ്മിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞൊരു ഫെസിലിറ്റീസോ അല്ലെങ്കിൽ ലൈറ്റോ ആംബിയൻസോ ഒന്നുമല്ല, നമുക്ക് മെഷീൻസിൽ എക്യുപ്മെൻറ്റ്സിൽ ഈവൻ ഫ്രീ വെയ്റ്റിലായാലും കിട്ടുന്ന ഒരു റോ ഫീൽ, അത് ഇവിടെ ഓരോ വർക്കൗട്ടും ഓരോ സെറ്റും പെർഫോം ചെയ്യുമ്പം ഐ ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. സോ നിങ്ങൾ ഒരു പ്യുവർ ബോഡി ബിൽഡർ വർക്കൗട്ടിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഗോണ ലൈക്ക് ദിസ് ജിം. അതല്ല, നിങ്ങൾ ജിമ്മിൽ വരുന്നൊരു ഫണ്ണിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറേ സെൽഫിയൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇൻസ്റ്റയിൽ ഇട്ടാൽ മതി, കുറേ ലൈറ്റും ആംബിയൻസും ഷോ ഓഫൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ഇറ്റ് ഹിയർ. സോ ഐ തിങ്ക് ദിസ് ജിം സ്യൂട്ട്സ് ഓൾ കൈൻഡ് ഓഫ് പേഴ്സൺസ്. 10 reps. ഫെയിലിയർ പുഷ് ചെയ്തില്ല, വേണമെങ്കിൽ 1-2 റെപ്പ് വേണം ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ ഐ എം ഓൾറെഡി ഫീലിംഗ് ഫാറ്റിഗ്ഡ്. ഓൾറെഡി നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. സോ ഐ എം കീപ്പിംഗ് സം എനർജി ഫോർ മൈ അപ്കമിങ് സെറ്റ്സ്. അതുകൊണ്ട് ഫെയിലിയർ വരെ പുഷ് ചെയ്യാനായിട്ട് നിന്നില്ല. ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ബൈസെപ്സ്. നമ്മൾ നിന്ന് പെർഫോം ചെയ്യുന്ന ഡംബൽ ലാറ്ററൽസിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രോപ്പർ ഫോം കൃത്യമായിട്ട് പലർക്കും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. സോ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആണ് ഈ ഒരു ബഞ്ച് ഇതുപോലെ ഇൻക്ലൈൻ ആയിട്ട് ഒരു അറൗണ്ട് ഒരു 60 ഡിഗ്രി സെറ്റ് ചെയ്യുക. എന്നിട്ട് വാട്ട് യു നീഡ് ടു ഡു ഈസ് കാല് രണ്ടും മടക്കി വയ്ക്കുക, നോൺ പെർഫോമിങ് ഹാൻഡ് ഇവിടെ ലോക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് റൈസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ഡംബൽ നമ്മുടെ ഗ്ലൂട്ടിൻ്റെ പുറകിൽ പിടിക്കുക, എന്നിട്ട് ബിഹൈൻഡ് ദ ബോഡി പെർഫോം ചെയ്യുക. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, 15 reps. നമ്മൾ യൂഷ്വലി എടുക്കുന്ന വെയിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. നിങ്ങൾ 10 kg എടുത്തിട്ടാണ് ലാറ്ററൽസ് ചെയ്യാന്ന് വെച്ചാൽ 5 kg എടുത്താൽ മതി. അത് തന്നെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വർക്കൗട്ടിൽ. കാരണം
വേറൊരു മസിൽസും ഇതിൽ ഇൻവോൾവ് ആവില്ല. നിങ്ങളുടെ ഫോർ ആംസ് കൊണ്ടോ റിസ്റ്റ് കൊണ്ടോ ഒന്നും വലിച്ചു പൊക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ ഡെൽറ്റോയിഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം. ഹൈലി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ലാറ്ററലൈസ് വേർഷനാണ്. ഡംബലും കേബിളും ബാറും എല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട് ഫോർ സൈഡ് ഡെൽറ്റ്. പക്ഷേ ദിസ് ഈസ് ദ ബെസ്റ്റ് ഡെൽറ്റോയിഡ് വർക്കൗട്ട് ഐ ഹാവ് പെർഫോംഡ്. ചെയ്ത് നോക്കിണ്ടത് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഞാൻ അടിക്കാറ് ലാറ്ററലൈസ് നിന്നിട്ട് അടിക്കാറ്. ഓക്കെ, സെക്കൻഡ് സെറ്റ് 5 kg വെച്ചിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. 6, 7, 8, 10, 1, 2, 3, failure. 13 reps. 2, 3, 4, 5, 6, 7, 8, 10, 1, 2, 3. ഓക്കെ, ഇവിടെ കോഫി കുടിക്കാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല വന്നപ്പം. ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. സോ ഐ എം ഫീലിംഗ് ലിറ്റിൽ ബിറ്റ് സ്ലഗിഷ് വിതൗട്ട് കോഫി. 2 വർക്കൗട്ടും കൂടി ഉണ്ട്. ട്രൈസെപ്സിന് അതുപോലെ തന്നെ ട്രാപ്പിന് ഒരു ഷ്രഗ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പം 4 വർക്കൗട്ട് കഴിഞ്ഞു. ജസ്റ്റ് 2 more വർക്കൗട്ട് ലെഫ്റ്റ്. നിങ്ങളൊരു അപ്പർ ബോഡി വർക്കൗട്ട് അല്ലെങ്കിൽ അപ്പർ ബോഡി സ്പ്ലിറ്റ് ആണ് ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് പെർഫോം ട്രൈസെപ്സ് ആഫ്റ്റർ ബൈസെപ്സ്. ഇപ്പോൾ നിങ്ങൾ ബൈസെപ്സും ട്രൈസെപ്സും സെയിം ഡേ പെർഫോം ചെയ്യുന്ന ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്സ് ചെയ്തതിന് ശേഷം മാത്രം ട്രൈസെപ്സ് ചെയ്യാം. കാരണം നമുക്ക് ഏറ്റവും അധികം എൽബോ ഇഞ്ചുറി കിട്ടാൻ സാധ്യതയുള്ളത് ട്രൈസെപ്സ് വർക്കൗട്ടിലാണ്. പുഷ് ഡൗൺസിന് അതുപോലെ ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ, സ്കൾ ക്രഷേഴ്സിലൊക്കെയാണ് എൽബോന് ഇഞ്ചുറി വരാനായിട്ട് സാധ്യത. സോ ബൈസെപ്സ് നിങ്ങൾ പെർഫോം ചെയ്തിട്ട് ട്രൈസെപ്സ് ചെയ്യുമ്പോൾ ആഫ്റ്റർ ബൈസെപ്സ് നിങ്ങളുടെ എൽബോ നല്ല രീതിയിൽ വാംഡ് അപ്പ് ആയിട്ടുണ്ടാവും. അപ്പം ട്രൈസെപ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് സെറ്റ് 9 reps. ഈ ഒരു ഹാൻഡിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഗീവ്സ് യു എ ഫേം ഗ്രിപ്പ്. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് കേബിൾസിലെ വെയിറ്റ് എല്ലാം നല്ല റെസിസ്റ്റൻറ്റ് പ്രൊഫൈലുള്ളതുകൊണ്ട് യു കാൺ ഗോ റിയലി ഹെവി. ഞാൻ സാധാരണ 20 kg ഇട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഇവൻ 10 kg ഇട്ടപ്പോൾ തന്നെ ഇറ്റ്സ് ഗെറ്റിംഗ് റിയലി ഹാർഡ്. അത്രയും റെസിസ്റ്റൻറ്റ് പ്രൊഫൈൽ ഓരോ എക്യുപ്മെൻറ്റ്സിനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. 47.5 kg വരെയാണ് ഈ ഒരു കേബിൾ സ്റ്റേഷനിൽ വെയിറ്റ് ഉള്ളത്. പക്ഷേ അത്രയും വെയിറ്റ് ഒന്നും നമുക്ക് പോകേണ്ടി വരില്ല. കാരണം ചെറിയ വെയിറ്റ് അടിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഹാർഡ്. ഓക്കെ, സെക്കൻഡ് സെറ്റ് 1, 4, 5, 6. ട്രൈസെപ്സിന് സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 reps, 20 reps, 12 reps ഒക്കെ ചെയ്യാന്നുള്ളതാണ്. ഒരു 4 to 8 റെപ്പിൽ ഫെയിൽ ആവുന്ന വെയിറ്റ് ഇട്ട് അടിച്ചാൽ തന്നെ ദാറ്റ് വിൽ ബി എ ഹാർഡ് സെറ്റ്. നിങ്ങൾ ട്രൈസെപ്സും ബൈസെപ്സും ഒന്നും ചെറിയ വെയിറ്റ് ഇട്ടിട്ട് കുറേ നമ്പർ ഓഫ് റെപ്സ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബിറ്റ്വീൻ 4 to 8 റെപ്പിൽ ഫെയിൽ ആവുന്ന വെയിറ്റ് ഇട്ടിട്ട് ഹാർഡായിട്ട് തന്നെ അടിച്ചോ. ഓക്കെ, 1, 2, 3, 4. ഡംബൽ ഷഗ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മളെ വർക്കൗട്ട് തീർന്നു. ഡംബൽ ഷഗ് ചെയ്യാനായിട്ട് വി വിൽ ഗെറ്റ് എ സ്ട്രാപ്പ് കെട്ടിയിട്ട് അടിക്കാം. ഡംബൽ ഷഗ് ചെയ്യുമ്പോഴത്തെ ഒരു മെയിൻ തലവേദന എന്ന് പറയുന്നത് വെയിറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് ആവുന്നതാണ്. നമ്മുടെ ഗ്രിപ്പാണ് പലപ്പോഴും ഫെയിൽ ആവുക. മസിൽ ഫെയിൽ ആവുന്നേക്കാൾ മുന്നേ ഗ്രിപ്പ് ഫെയിൽ ആവും. സോ അതിനൊരു സൊല്യൂഷനാണ് നമ്മളൊരു സ്ട്രാപ്പ് യൂസ് ചെയ്യുക ആൻഡ് റാപ്പ് ഇറ്റ് അറൗണ്ട് ദ ഡംബൽ. അന്നേരം നിങ്ങൾക്ക് പ്രോപ്പർ ഫെയിലിയർ വരെ ഓരോ സെറ്റും പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. 6, 8, 15 reps. ക്യാമർ സ്പോർട്സ് വില്ലേജിലെ വർക്കൗട്ട് സെഷൻ അവസാനിക്കാൻ പോവാണ്. സോ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത അജ്മലിന് ബിഗ് താങ്ക്സ്. ഷർട്ട് 2 വീഡിയോ എടുത്തിട്ട് പോകാം. അപ്പർ ബോഡി എല്ലാം പ്രോപ്പറായിട്ട് പംഡപ്പ് ആയിട്ടുണ്ട്.